നട്ടുപിടിപ്പിച്ച സിനികൾ. ഓ വീട്ടിൽ ചെല്ലട്ട് എന്താ ഭംഗിയില്ലേ നോക്ക്. ഇരുന്നപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോടങ്ങനെ പോകും നേരെ ഗുജറാത്തേക്ക്. അഡ്വഞ്ചർ കേട്ടോ നോക്കിയേ. വുഡ്ലാൻഡ് ഷൂ വെച്ച് വുഡിൽ കയറുക. ഇത് കണ്ടില്ലേ ഇപ്പം പറിച്ച നെല്ലിക്ക. ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ റെഡിയായി ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടോ. അപ്പോൾ ചേട്ടന് കട്ടൻ എനിക്ക് പാല്, അതുകൊണ്ടാണ് 2 ചായ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സാം എനിക്ക് കോഴിക്കോടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 1.5-2 മണിക്കൂറോളം പോകാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങിയത്. പിന്നെ 7 മണിയായിരുന്നു നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 7 മണി തൊട്ട് 8 മണി വരെ റിപ്പോർട്ടിംഗ് ടൈം ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല, വൈകി പോയാലാണ് പ്രശ്നമാവുക. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം എന്തോ രാവിലെ തണുപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പ് കുറവാണെന്നൊന്നുമല്ല, പൊതുവെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കയറി ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റി. ഇതിനിടയിൽ നമ്മൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളയപ്പമൊക്കെ കഴിച്ചു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അതുപോലെ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതും കയറുന്നതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയത് തൊട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ എക്സാം എന്തായാലും കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്ത് പോന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാനൊരു ഹോട്ടൽ തപ്പുന്ന പരിപാടിയിലാണ്. നാടൻ ഹോട്ടൽ പറയണ്ടാവല്ലോ. നാടനോട്ട് ഇഷ്ടമാര് നിങ്ങൾക്ക് പണിക്കാരില്ലേ ഇബല് ഭക്ഷണം കഴിക്കണേ, ഇബല് കഴിക്കണം. പിന്നെ കള്ളും മറ്റേ കള്ള് ഷാപ്പും ഫുഡൊക്കെ അല്ലേ, അങ്ങനത്തെ ഒരുപാടുണ്ട് ഇവിടെ. കണ്ണൂര് പോണ വൈക്കാട്ട് ഇഷ്ടമാരുള്ളത്. ആ കണ്ണൂര് പോണ വൈക്ക് ഒരുപാട് ഷാപ്പുകളും ഫുഡും ഉണ്ട്. അതിന് നമ്മൾ കോഴിക്കോട് ബീച്ചിനടുത്തുള്ള കോഫി ഹൗസിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഹാഫ് കഴിച്ചു, ഞാൻ ഫുള്ള് കഴിച്ചു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് കഴിച്ച് തുടങ്ങി കഴിയാനായപ്പോഴേക്കും എന്തോ അങ്ങോട്ട് തൃപ്തി ആവുന്നുണ്ടായില്ല. പക്ഷെ വിശക്കുന്നുണ്ട്, ഞാനും അത് കഴിച്ചിട്ട് എനിക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ ബീച്ചിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം ഇരുന്നു, ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ബീച്ചിലിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. പോരാന്ന് വെച്ചാൽ നമ്മൾ കക്കാടംപൊയിലേക്കായിരുന്നു പോയത്. ചേട്ടനൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതൊരു അടിപൊളിയാണ് കേട്ടോ. കക്കാടംപൊയിൽ നമ്മൾ കാട്ടുനെല്ലിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കറക്റ്റ് തരാതെ. ഞാൻ എനിക്ക് ചോക്ലേറ്റ്, അത് ചോക്ലേറ്റ് അല്ലേ? ആ ചോക്ലേറ്റ്. ഗോപ്രോ വേസ്റ്റ് ബോക്സിൻ്റെ. അവിടെ നിന്ന് പോരുന്ന വഴിക്ക് നമുക്കൊരു പണി കിട്ടി കേട്ടോ. നമ്മുടെ കാറിൻ്റെ ബാക്ക് നോക്കി കരിഞ്ഞിരിക്കുന്നത് കണ്ടോ, നല്ല കറുത്ത പുക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആൾക്കാർ കാണിച്ചു തന്നിട്ട് നമ്മൾ നിർത്തി നോക്കിയായിരുന്നു. പിന്നെയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പുക വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നിർത്തിക്കോ നിർത്തിക്കോ. ഇനി അത് ശ്രദ്ധിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇനി കാറിനെക്കാളും തീ പിടിക്കുമെന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ നിർത്തിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ കോഴിക്കോട് നിന്ന് കക്കാടംപൊയിലേക്കുള്ള റൂട്ടാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ വ്യൂസ് കാണാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ കക്കാടംപൊയിലേക്ക് പോകുമ്പോൾ കാടിനുള്ളിൽ കൂടിയാണ് പോവുക. പക്ഷേ ഇപ്പോൾ നമ്മൾ നല്ല റോട്ടിൽ കൂടിയൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വഴിയിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. എനിക്ക് വെച്ചൊരു അടിപൊളി വീട് കണ്ടു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു വീട്. നല്ല സ്റ്റൈല് വീടല്ലേ. ഇത് ഒരു നില ആയത് തന്നെ ഭംഗിയുണ്ടാവും. പൊള്ളിച്ച് ഇങ്ങനെയാണ് വീട് ഉയരത്തില്. ആ സ്റ്റാറൊക്കെ ഭയങ്കര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. സ്റ്റാർ മാത്രമല്ല വീട് ഭയങ്കര സിമ്പിൾ. ആഹാ ബൈ ബൈ. ചേട്ടൻ നോക്കണം. എന്റെ മുകളിൽ എത്തണ്ടേ. അതൊന്ന്
ആ മഞ്ഞ് മൂടിക്കിടക്കണ മലയാണോ? ഈ തെങ്ങും തോട്ടം നമുക്ക് നല്ല സ്റ്റൈല് കാണാനേ. ഓ ഗോൾഡൻ ബമ്പൊക്കെ ഇതുപോലത്തെ ബാമ്പു വെക്കണം നമുക്ക്. ഗോൾഡൻ ബമ്പാണ്. നല്ല അടിപൊളി സ്ഥലല്ലേ. നോക്കി എന്താ പച്ചപ്പൊക്കെ ഈ മുള വെക്കുമ്പോ ഉണ്ടല്ലോ ഇതൊക്കെ വാഴക്കട വെക്കി. ആ മുള വെക്കുമ്പോ പാമ്പ് വരും. പാമ്പ് വരുന്നുണ്ട്. ഗോൾഡൻ ബമ്പ് വെച്ചാൽ ഗോൾഡൻ ബമ്പ് വെച്ചിട്ട് അതിന്റെ അടിയൊക്കെ ഇലയൊക്കെ എടുത്ത് ക്ലീൻ ആക്കിയിട്ടാ മതി. എന്നാ പാമ്പ് വരൂല. മറ്റേതാ പാമ്പും കാട് പിടിച്ച ഗാർഡൻ സെറ്റ് ചെയ്യണം. നല്ല ഭംഗിയായിട്ട് സെറ്റ് ആക്കണം ചെലവില്ലാതെ. എന്നിട്ട് നമുക്ക് പൈസ ഒക്കെ കിട്ടുമ്പോ അങ്ങനെ മുറ്റത്ത് മറ്റേ ഗ്രാസ് നല്ല കായ്ഫലുള്ള തെങ്ങുകളാട്ടോ. നോക്കിയേ നല്ല വളക്കൂറുള്ള മണ്ണ്, വാഴ, കാപ്പി, അടിപൊളി. അയ്യോ മോളെ ആ മുകളിൽ എത്തണ ഇനി എങ്ങനെ എത്തും? കേറി 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 പോണം. കോഴിക്കോട് സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലാണ് അത് നിൽക്കണത്. അറിയണത് കേട്ടോ. ഞങ്ങളെ സർക്കാർ ഉണ്ടാക്കിയ റോഡ് ഉണ്ട്. ഞങ്ങളെ സർക്കാർ ഉണ്ടാക്കിയ റോഡ് കൂടെ വെച്ച് ഇങ്ങനെ പോണത്. സർക്കാർ നീട്ടി വെച്ചേക്കാം. ഞങ്ങളെ സർക്കാർ ഉണ്ടാക്കിയ റോഡ് തന്നെയാണ്. കണ്ടത് അഭിമാനത്തോടെ പറയും. പണ്ടൊക്കെ ഇതിൽ കൂടെ ജീപ്പ് മാത്രം പോകില്ലായിരുന്നു. ഒരു കാർ ഇതേപോലെ പോകില്ല, ബൈക്ക് പോകില്ല. നോക്ക് ചെയ്യും. ഒരു വീട് ഇവിടെ നോക്കിയാൽ ഈ പ്രദേശത്ത് ഒരു വീട് പോലില്ല. അങ്ങോട്ട് വരെ ഈ റോഡ് ഉണ്ടെങ്കിൽ നന്നാക്കിയിട്ടത്. അതാണ് ഞങ്ങളുടെ സർക്കാരിന്റെ ഇച്ഛാശക്തി. അതാണ് പൈനാപ്പിൾ തോട്ടം. ഞാനിവിടെ പറഞ്ഞ ഈ റോഡ് നല്ല കാഴ്ചയുള്ള ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പൈനാപ്പിൾ കായായിട്ടില്ല. ഇതന്നെയാണോ റോഡ്? അതെ. ഇനി 2 കിലോമീറ്റർ കൂടി. എന്താ അറിയോ, റോഡൊക്കെ മരഞ്ചട്ടി റോഡൊക്കെ നന്നായിട്ട് അറിയണില്ലേ. ആകെ കൺഫ്യൂഷൻ. റോഡൊക്കെ നന്നാക്കില്ല സർക്കാർ. ഇപ്പൊ അറിയണില്ല ഇതന്നെയാണ് റോഡ്. 100-150 പ്രാവശ്യം ഇതിൽ പോയിട്ടുണ്ട്. ഒത്തിരി വെള്ളം നോക്കിയാ അതൊക്കെ ഇനി ആ ഭാഗത്തേക്ക് എത്തല്ലേ. ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു കേട്ടോ. ഞങ്ങൾ വന്ന ഭാഗം കാണിച്ചാൽ ഈ മുക്കും കോഴിക്കോട് ഭാഗമൊക്കെ ഞങ്ങൾ കാണിച്ചാലേ. അവിടെ മഞ്ഞാണോ? അവിടെ മഞ്ഞല്ല. ആ മഞ്ഞുള്ള സ്ഥലത്ത് എത്തും നമ്മള്. അവിടെ നിന്ന് നമ്മള് കേറി വന്ന ഭാഗങ്ങളൊക്കെ കാണും. ആ ബീച്ച് വരെ, കടൽ വരെ കാണും. കണ്ടില്ലേ ഞങ്ങളെ സർക്കാരിന്റെ മലയോര ഹൈവേ. ഇതാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ സർക്കാരിന്റെ കക്കാടംപൊയിൽ നായാടംപൊയിൽ സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങളുടെ സർക്കാരിന്റെ കോഴിക്കോട് കക്കാടംപൊയിൽ മലയോര ഹൈവേ. ഇതിപ്പോ കക്കാടംപൊയിൽ വരെ ഇതേപോലെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി കക്കാടംപൊയിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള 2ാം ഘട്ടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്ടോ നമ്മുടെ സർക്കാരിന്റെ ഇച്ഛാശക്തി. ഇതിലൊരു കേന്ദ്ര ഫണ്ടുള്ള, അത് കേരള സർക്കാരിന്റെയാണ്. കേന്ദ്ര സർക്കാരിന്റെ അല്ല, കേരള സർക്കാരിന്റെ ഹൈവേ. എന്താ പറയാനുള്ളത്? ഒരു കാലത്ത് ഇതേപോലെ ഫുള്ള് 4 വീൽ ജീപ്പ് മാത്രം പോയ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ ഇതേപോലത്തെ കാറും കൊണ്ട് പോണത്. അത് നിഷ്പ്രയാസം. പോർത്തുഗീസിലൊക്കെ നമ്മളിവിടെ പോണത്. ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഒരു സെറ്റ് ബോർഡ് വെച്ചത് കേട്ടോ. ആൾക്കാർ നിലം വിട്ട് വരികയാണേ ബൈക്കൊക്കെ. ഒരുപാട് അപകടങ്ങൾ ഈ റോഡ് ഇവിടെ ഉണ്ടായിട്ട് നടന്നിട്ടുണ്ട്. ഈ കെട്ടൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ സർക്കാർ കെട്ടിക്കൊടുക്കുന്ന കെട്ടാണ്. എന്താ കെട്ട് നോക്ക്. സ്ഥലം ഏറ്റെടുത്തു, സർക്കാർ സ്ഥലം ഏറ്റെടുത്തു. അവർക്ക് വേണ്ട വഴിയും കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തു കൊടുത്തു. ആ വഴി ഉണ്ടല്ലേ, ആ വഴി, ആ കെട്ട്, ഇത് ബെൽറ്റ് വാർത്ത് 1, 2, 3, 4 ബെൽറ്റ് വാർത്തുള്ള കെട്ടാണിത്. ആരെ കൊണ്ട് കഴിയും? സർക്കാരിനെ കൊണ്ട്. അതെ, ഞങ്ങളെ സർക്കാരിനെ കൊണ്ട്, ഇച്ഛാശക്തിയുള്ള സർക്കാരിനെ കൊണ്ട്. അതൊക്കെ പോട്ടെ, നമുക്കിനി വലിയൊരു ചുരം കയറാണ്ട്. ആ ചുരം കയറുമ്പോഴാണ് പേടിക്കുള്ളത്. ആ ഒരു ബിൽഡിംഗ് കണ്ടോ, ആ വൈറ്റിൽ നിൽക്കുന്ന റിസോർട്ട്. ആ റിസോർട്ടിന്റെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആക്കണ ആ ഒരു റിസോർട്ട് കണ്ടോ? ജസ്റ്റ് ഒന്നുകൂടി മുന്നിൽ കാണാൻ കഴിയും. ആ ഒരു റിസോർട്ട് കണ്ടില്ലേ, ആ മലേന്റെ മുകളിൽ ആ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് നോക്കിയത് നമ്മൾ ഇപ്പൊ
കയറി പോണതും വന്നതും ആയ വഴികളൊക്കെ കാണാൻ കഴിയും. അതേപോലെ തന്നെ കോഴിക്കോട് ബീച്ചിൽ നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആണെങ്കിൽ ബീച്ചൊക്കെ കാണാൻ കഴിയും. നല്ല അടിപൊളി വ്യൂ ആണ് നടത്തില്ല. പക്ഷെ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ വലിയൊരു ചുരം കയറാണ്ട്. പക്ഷെ ആ ചുരം കയറുമ്പോൾ വീണ്ടും വണ്ടി പുകഞ്ഞ് നിൽക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ചെറിയൊരു പേടി ഇല്ലായില്ല. ആ ബസ്സിൻ്റെ പിന്നാലെ പോലെ നമുക്ക് വണ്ടി പോകുകയാണെങ്കിൽ ആ ബസ്സിൽ കയറി പോവാം. അതാണ് സുഹൃത്തുക്കളെ കോഴിക്കോട് നിന്ന് കക്കാടംപൊയിക്ക് പോണ കേട്ടോ. ഏത് KSRTC ബസ് കോഴിക്കോട് കക്കാടംപൊയിൽ. അത് കക്കാടംപൊയിൽ നിന്ന് പോകും. നായടംപൊയിലാണ്. നായടംപൊയിൽ KSRTC ബസ്സാണ്. അല്ല കക്കാടംപൊയിലാണ്. ആ ഇവിടെ ഭയങ്കര അപകടം നടക്കുന്ന സ്ഥലമാണ്. ഹെയർ പിന്നുകളാണ് ഇവിടെ. നിർത്തിക്കോ നമ്മളിനി ഹെയർ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു അത്യാവശ്യം ഹെയർ പിന്നായിട്ടുള്ള ചെറിയൊരു ചൂരട്ടോ. ഇവിടെയാണ് എനിക്കൊരു ചെറിയൊരു പേടി വണ്ടി കയറുമോന്ന്. അത്യാവശ്യം നല്ല കയറ്റാണ് കണ്ടല്ലേ. മൈ ഗോഡ്. അധികം വലിപ്പിക്കാൻ പേടി. അതാണ് അധികം വലിപ്പിക്കാൻ പേടി പോകണ്ടോന്ന്. അയ്യോ ലാറി ലാറി ഫുൾ ലോഡാണ്. മെറ്റലാവും. അത് സിംഗപ്പൂർ സൺഫ്ലവർ ആണ്. സൂര്യകാന്തി, കാട്ടു സൂര്യകാന്തി, അധിനിവേശ സസ്യാണത്. ഇൻവേസീവ് സ്പീഷീസ്. എന്റെ ചെവി അടഞ്ഞു. ഇനി എപ്പോ തുറക്കാവോ? ആ റോട്ടിൽ കൂടെ വെള്ളം ഒലിക്കണുണ്ടോ? ഉറവയാണത്. ആ റോഡിന്റെ അവിടെ ചോല ഓർമ്മയുണ്ടോ? പണ്ടിരിക്കണ ചോല ഇതാണ് ചോല വെള്ളം. മുകളിന്ന് വരണതാണ്. മുകളിന്ന് വരുന്ന വെള്ളമാണ്. പച്ചപ്പ് നോക്കി എന്താ ഭംഗിയില്ലേ. ഓ ആ ആകാശം പച്ചപ്പും കറുത്ത റോഡും. അടിപൊളി. ഇതെല്ലാത്തിനും സീറ്റ് പൊളി. കക്കാടംപൊയിൽ ഇവിടെയാണ് ആ വ്യൂ പോയിന്റ് ഉള്ളത്. ആ വ്യൂ പോയിന്റ് കാണിക്കുന്നത്. അവിടെ അങ്ങോട്ട് നോക്ക്. അത് വാഴയാണ്. ഞാൻ ആ റിസോർട്ട് പോയിട്ട് ലൈവ് ഇട്ടിട്ടുണ്ട്. ഏറ്റവും ലോക്കലാണ്. ഞങ്ങൾ പോയെന്ന് കരണ്ടൊക്കെ പോയി ഒച്ചമുളയൊക്കെ ആയി. അന്ന് കാക്കിയും കുടുംബ സംഗമൊക്കെ ആയിരുന്നു അവിടെ. ഇവിടെ നിന്ന് നമുക്ക് കടലെ കാണാം. ഒക്കെ സ്റ്റെനികളാണ്. എത്രങ്ങാനും സ്റ്റെനികളില്ലേ അവിടെ നട്ടുപിടിപ്പിച്ച സ്റ്റെനികൾ. ഓ വീട്ടിൽ ചെല്ലട്ട് എവിടെയോ പോയ പോലെ എനിക്ക്. എന്താ ഭംഗിയില്ലേ നോക്ക്. അടിപൊളി കാഴ്ച. അതിൻ്റെ വേറെ മോഡലാണ് അവിടെ. വേറെ കളറ് ഡാർക്ക്. ഇത് മേലെ സ്റ്റോമേണ്. താഴെ കക്കാട് എത്തി. താഴെ കക്കാട്. അടുത്തതാണ് മേലെ കക്കാട്. പിന്നെ എന്നിട്ട് നോക്കടി മലയാള ഹൈവേ കടക്കണ കടപ്പ് കണ്ടില്ലേ. ഞങ്ങളുടെ സർക്കാർ അതാണ് ഞങ്ങൾ സർക്കാരിന്റെ ഓടി വരുമ്പോ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. കണ്ട കാറൊക്കെ മുളയ്ക്കാൻ 100-120 ഞാട് ചെല്ലട്ടെ. കിട്ടിയല്ലോ കിട്ടിയില്ല. ഇതൊക്കെ തന്നെയല്ലേ. കിട്ടിയല്ലോ. സെന്റ് മേരീസ് LP സ്കൂൾ. പള്ളി കിട്ടോ. ഇവിടുന്ന് കടല് കാണാം. പക്ഷെ ഇന്ന് അവിടെ ഭയങ്കര ഓടയാണ്. സ്കൂളൊക്കെ കാണാനായിട്ട് ഇവിടെ ഇപ്പൊ ഇതിപ്പോ ഓടൽ ടൈമിൽ നോക്കണം. എന്താ അറിയോ, വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ
വഴി വരുമ്പോ വന്ന് നിക്കണത്. നമ്മൾ ആ വഴി നിലമ്പൂർ വഴി വരുമ്പോ വന്ന് നിൽക്കണം. എനിക്ക് മനസ്സിലായി. ഇതിപ്പോ നമ്മളെ കക്കാടംപൊയിന്ന് നിലമ്പൂരിലേക്ക് പോണ വഴിയാണ്. ഇത് കണ്ടില്ല, ഫോറസ്റ്റ് റോഡാണ്. അതാണ് അമ്പുമല കോളനീന്റെ റോഡ്. അമ്പുമല കോളനി ആണ് ആ കാണുന്നത്, ആ വലിയ മല. അത് കണ്ടേ, സഖ്യപർവ്വതമാണ് നിരന്ന് നിൽക്കുന്നത്. ആ മല ഉണ്ടോ? ആ വലിയ മല ഇങ്ങനെ നീണ്ടു നേർന്ന് നിൽക്കണില്ലേ, അതാണ് സഖ്യപർവ്വതം. അതങ്ങനെ വയനാട് വഴി ഇങ്ങനെ കാസർഗോഡ് വരെ എങ്ങനെ പോകും, നേരെ ഗുജറാത്തേക്ക്. പാലക്കാട് മാത്രമേ ഒരു ഗ്യാപ്പുള്ളൂ. ഒറ്റ നീണ്ടു നേർന്ന് കിടക്കുന്ന സഖ്യപർവ്വതമാണ്. ഇതൊക്കെ ആ സഖ്യപർവ്വത മലയിൽ പൊടുന്നൊക്കെ. ഇത് ഫോറസ്റ്റ് ഹെയർപിന്നാണ്, ഫോറസ്റ്റ് റോഡാണ്. ആ തണുപ്പില്ലേ, ഭയങ്കര തണുപ്പായില്ല. നല്ല വൈബുള്ള റോഡിലെ. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേറെ ലെവലിൽ പോയി. ഇപ്പോൾ വണ്ടികളിലൊരു ഫോട്ടോ എടുക്കാം, ഇറങ്ങി. ഇന്നൊന്നല്ല പോ, ചെക്കന്മാരെ ഫോട്ടോ എടുക്കാൻ. അടിപൊളി റിസോർട്ടാണ്. റിസോർട്ട് ആയില്ല, പണി നടന്നത്. വെൽക്കം ടു കക്കാടംപൊയിൽ. അവിടെ എന്തുണ്ടോ അവിടെ? ആൾക്കാരുണ്ട്. ഈ ചോപ്പം വന്ന് ഈ കമ്പിത ഇതാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതിന്റെ പുറത്താണ് നിങ്ങൾ 10 രൂപ. ഓക്കെ, പോകുന്നതിന് പോരുന്നു. കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ടോ. ഓക്കെ, ഇത് പൊട്ടിക്കല്ലേ? കണ്ടു പോകാൻ പറയാ. ഇല്ല, ചെറിയ കല്ലല്ലേ ഉണ്ടാവുള്ളേ. പക്ഷെ ഓൾഡ് വരുന്നുണ്ട്. ഓൾഡ് അതിലെ വരുന്നത്. ഇതിന്റെ അടുത്ത് അവിടെ എത്ര കറക്റ്റാറുണ്ട്. നമുക്കൊരൊറ്റ കാലിന് പ്രശ്നമുള്ളൂ. ആ കാലും കണ്ടു. നാളെ രാവിലെ 8 മണിക്ക്. നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണം കാക്കാനെ കൊണ്ടേ. അത് പോയി കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെന്തായാലും അൻ്റെ ഒരു ഒന്ന് നോക്കിട്ട് വിളിച്ചാൽ മതിയോ? ഒരു മണിക്കൂർ കൊണ്ട് വുഡ്ലാൻഡ് ഷൂ വെച്ച് വുഡിൽ കയറുക. ഷൂലേസ് കഴിഞ്ഞു. നോക്കിയിരുന്നോ അവിടെ? എന്നിട്ട് എങ്ങനെ പൊട്ടിക്ക? ഒത്തിരി കാറുണ്ട. മുറിച്ചേ മൂത്തിട്ടില്ല, മൂപ്പാവുള്ളൂ. ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയേ ചെറിയൊരു കൊമ്പ് പൊട്ടിക്കുന്നുണ്ട്.
രണ്ട് കൂടി വടി വടി വെച്ചിട്ട് അമർത്തണം. ഇത് വടി കൊടുക്കും. ഒരു ഇട്ടറി കുത്തണോ? അത് മരിക്കണ്ട. പുതുവാ പറക്കണ്ടാ മോശമാണ്. അടിപൊളിയാ. കൊമ്പ് പൊട്ടിച്ചാ കൂടുതലിന്റെ കൊമ്പ് നാളെ പൊട്ടിച്ചോളി, ഇതുപോലെ പൊട്ടിച്ചോളി. കൂട്ടിയാണോ? അതാ വേണ്ട. ഇതെന്താ അറിയോ, ഒക്കെ പോവും ഇവിടെ. നിങ്ങള് പതുക്കെ വന്ന് കാടൊക്കെ വെട്ടിട്ടേ കുട്ടിയുടെ കുട്ടിക്ക് കൊടുക്കുമല്ലേ? ഇടൂല, കിട്ടാതെ കളിക്കും. എന്താ അടിപൊളി പിടിക്കോ? രണ്ട് കയ്യിലും ഫോണാണ് കാണുന്ന നമുക്ക് തന്നെ. ആ സൂമാക്കിയേക്കാണ്, നോക്കിയോ? നീയാണോ? വേണ്ട, വാ. ഇത് ഇതേപോലെ കൊണ്ടുപോകണം കേട്ടോ, അടിക്കരുതേ. പതിക്കെറിഞ്ഞു വാ. പോയി. അയ്യോ, ഒട്ടക്കി. അവിടെ പിടിക്കല്ലേ, അവിടെ പിടിക്കല്ലേ, ഇവിടെ ഇവിടെ അവിടെ പിടിച്ചാൽ പോവും. അമർത്തല്ല കേട്ടോ. ആ ഞാൻ ആദ്യം ഞാൻ കേട്ടോ. ഞാനൊരു സൂത്രം കാണിച്ചു കേട്ടോ. പിടിച്ചോ. ഇത് കണ്ടില്ലേ, ഇപ്പം പറിച്ച നെല്ലിക്ക. ഇത് ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് അവിടെ നല്ല മൂത്ത് നല്ല ചവർപ്പില നെല്ലിക്കണേ. ഇത് തിന്ന് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ, അടിപൊളിയാവും. വെള്ളം കുടിച്ചോക്ക്. ഏ